കളിക്കാനുള്ള സാധനം മേടിക്കുന്ന കടയൊന്നുമില്ലേ? ഇവിടെ ഇരുന്നാ കളിക്കണേ, അവിടെ അല്ല. ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ലാസ്റ്റ് വ്ലോഗ് കണ്ടിട്ടുള്ളവർക്കറിയാം, എൻ്റെ സിസ്റ്ററും ഫാമിലിയും ചെന്നൈയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2 ദിവസം അവരെ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ചൂടും കൂടെ ആയത് കാരണം എല്ലാ സ്ഥലങ്ങളൊന്നും പോകാനായിട്ട് പറ്റിയില്ല. എന്നാലും ഈവനിങ്ങിലൊക്കെ പോകാൻ പറ്റിയ 1-2 സ്ഥലങ്ങളിലൊക്കെയാണ് നമ്മൾ പോയത്. അപ്പോൾ സെക്കൻഡ് ഡേ നമ്മൾ വന്നിരിക്കുന്നത് ബെസന്റ് നഗർ ബീച്ചിലേക്കാണ് കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു 4 മണിയോടുകൂടെ ഞങ്ങൾ 4-4:30 കൂടെ ബീച്ചിലെത്തി. നല്ല രസമാട്ടോ ഇവിടുത്തെ ബീച്ച്. നമ്മുടെ നാട്ടിലുള്ള ബീച്ചും ഇവിടുത്തെ ഒരു ബീച്ചും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് അസ്തമയം കാണാൻ പറ്റും നമ്മുടെ ബീച്ചിൽ പോയി കഴിഞ്ഞാൽ. ഇവിടെ അസ്തമയം കടലിലേക്ക് സൂര്യൻ ഇറങ്ങി പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല. ഇവിടെ കിഴക്ക് ഈ സൈഡിലാണ് കടൽ വരിക. അപ്പോൾ നമ്മൾ ഇങ്ങനെ വെസ്റ്റ് സൈഡിലേക്ക് നോക്കുമ്പോൾ, അവിടെ ഇരുന്നിട്ട് നോക്കുമ്പോൾ ബിൽഡിങ്ങിൻ്റെ ഒക്കെ നടുക്ക് ഇങ്ങനെ സൂര്യന് താന്ന് പോകുന്നത് കാണാം കേട്ടോ. അതല്ലാതെ ബീച്ചസ് കുറച്ചുകൂടെ ആ മണൽത്തിട്ടയൊക്കെ കുറച്ചും കൂടെ നീളത്തിലുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് കൂടുതലായിട്ട് ഇങ്ങനെ നമുക്ക് അവിടെയൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. പിന്നെ ഒരുപാട് ഷോപ്പുകളുണ്ട്. നമുക്കിങ്ങനെ ചെറിയ ചെറിയ ആക്ടിവിറ്റീസിൻ്റെയൊക്കെ, അതല്ലാതെ കുട്ടികൾക്ക് ചെറുതായിട്ടൊന്ന് എൻ്റർടൈൻമെൻറ്റിനുള്ള കുറച്ച് സാധനങ്ങൾ, അങ്ങനെയൊക്കെ കുറേ ഉണ്ട്. പിന്നെ നമ്മൾ ഇരിക്കുന്നിടത്തൊക്കെ നമുക്ക് കട്ടൻ കാപ്പി, ഇത് ചുക്ക് കാപ്പി, ചായ, അതല്ലാതെ കുറേ സാധനങ്ങളൊക്കെ ഇങ്ങനെ അവർ കൊണ്ടു നടന്ന് വിൽക്കും. അപ്പോൾ അതൊക്കെ നമുക്ക് വാങ്ങിക്കാം. ഇപ്പം നമ്മളിവിടെ വന്നപ്പോൾ ബീച്ച് ടോയ് വാങ്ങിക്കും കേട്ടോ, ഈ പിള്ളേർക്ക് ഈ മണ്ണിൽ കളിക്കാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ 120 രൂപയ്ക്കാണ് വാങ്ങിച്ചത് ഒരെണ്ണം. അപ്പോൾ 2-3 ഇതുണ്ട് ആ ബക്കറ്റിൻ്റെ ഉള്ളിൽ. അപ്പോൾ നമ്മളിതാ അതൊക്കെ വെച്ചിട്ട് പിള്ളേർക്ക് കളിക്കാനായിട്ട് ഇരിക്കാൻ പോവാണ് കേട്ടോ അവിടെ. അപ്പോൾ പാറു ഇതാ ഓടിപ്പോയി ഒരെണ്ണം എടുത്തു. അപ്പോൾ ഞാൻ പാറുവിനോട് പറഞ്ഞു വേണ്ട, ഒരെണ്ണം എടുത്തിട്ടുണ്ട്. അപ്പോൾ ബ്ലൂ കളറിലെ ബക്കറ്റ് നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ ബ്ലൂ തന്നെ മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എടുത്തു കേട്ടോ. അപ്പോൾ പിള്ളേർ ഇതാ കളിക്കാനായിട്ട് ഇവിടെ ഇരുന്നു. അത്യാവശ്യം ചൂടൊക്കെ കുറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ. അതായത് ബീച്ചിൽ നിന്നുള്ള കാറ്റടിക്കുന്നതുകൊണ്ട് നമുക്ക് ചൂടൊന്നും ഒട്ടും ഫീൽ ചെയ്യുന്നില്ല. പിന്നെ ആ വെയിലും നന്നായിട്ട് കുറഞ്ഞു. ഒരു ലൈറ്റായിട്ടുള്ള വെയിലേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് അവിടെ ഇരിക്കാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ പിള്ളേരൊക്കെ ആയിട്ടിരുന്നു. അപ്പോൾ ഷൈചേട്ടൻ ഇന്ന് ഓഫീസിൽ പോയേക്കുവാണ്. അപ്പോൾ ഈവനിങ്ങിൽ ഇറങ്ങാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 6 മണിയാകുമ്പോഴേക്കും ഷൈചേട്ടനും കൂടെ ഇറങ്ങും. അപ്പോൾ ഇങ്ങോട്ട് വരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ അത്ര നേരം ഇവിടെ ഒന്ന് ഇങ്ങനെ ഇരിക്കാം, പിള്ളേർക്കൊക്കെ രസമല്ലേ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അമ്മണൂന് ഇവിടുത്തെ ബീച്ച് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അവിടുത്തെ നമ്മുടെ നാട്ടിലെ ബീച്ചിൽ എപ്പോഴും പോകാറുള്ളതാണല്ലോ. അപ്പം അതും ഇതും തമ്മിൽ കുറച്ച് വ്യത്യാസം ആൾക്ക് കണ്ടപ്പോൾ ഫീൽ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ എന്നോട് പറഞ്ഞു, ഇവിടുത്തെ ബീച്ച് നല്ല രസമുണ്ട്, അവിടുത്തെ പോലെയല്ല, വേറൊരു ഭംഗിയാണെന്ന്. അപ്പോൾ ആ ചെറിയ കുട്ടിക്കും അത് ഫീൽ ചെയ്തു എന്ന് പറയുമ്പം ഞാൻ ഇപ്പോൾ പറയുന്നത്, നിങ്ങൾ എപ്പോഴെങ്കിലും ഇവിടെ വരുമ്പോൾ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ വെള്ളമൊക്കെ കോരി ആൾ കളിക്കാൻ പോവുകയാണ്. ഞങ്ങളിവിടെ വരുമ്പോൾ പാറു ഇത്രയല്ലേ ഉള്ളൂ. അപ്പോൾ അവൾക്കങ്ങനെ ബീച്ച് ടോയ് വെച്ചിട്ട് ഈ ഇതൊക്കെ വെച്ചിട്ട് ബക്കറ്റൊക്കെ വെച്ചിട്ട് കളിക്കാറായിട്ടില്ലല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ വാങ്ങിച്ചൊന്നും കൊടുക്കാറില്ല കേട്ടോ. ഇപ്പോൾ ഫസ്റ്റ് ടൈമാണ് പാറു ഇതൊക്കെ കളിക്കാൻ പോണേ. അത് കാരണം പാറു ഇവിടെ വന്നിട്ട് ഇങ്ങനെയൊന്നും അല്ലല്ലോ നമ്മൾ ഇരിക്കുന്നത്, നമ്മൾ ചുമ്മാ കുറച്ച് നേരം ഇരുന്നിട്ട് പോകാറല്ലേ ഉള്ളൂ എന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവും അവൾ ഇതൊക്കെ കണ്ടപ്പോൾ. അങ്ങനെ ചേച്ചീനെ കിട്ടിയത് കാരണം അവൾക്ക് ഇങ്ങനെ കളിക്കാനായിട്ടൊരു കൂട്ടുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം ആൾക്ക് എപ്പോഴും ഉണ്ട്. എന്നാലും വഴക്ക് കൂടും കേട്ടോ രണ്ടുപേരും. അമ്മടും പാറുവിൻ്റെ അടുത്ത് വഴക്ക് കൂടും, പാറു അതെ, രണ്ടും കൂടെ എന്തെങ്കിലും കാര്യത്തിനൊക്കെ വഴക്ക് കൂടാറുണ്ട്. എന്നാൽ അപ്പം തന്നെ മാറും കേട്ടോ. പക്ഷേ എൻ്റെ അനിയത്തിയുടെ മകനുണ്ട്, വേറൊരു സിസ്റ്ററിൻ്റെ. അപ്പോൾ ആളുടെ മോനായിട്ട് രണ്ടും കൂടെ ഭയങ്കരമായിട്ട് വഴക്ക് കൂടും. എന്നാൽ അപ്പം തന്നെ മാറും. പക്ഷേ ഇവർ കൊണ്ടാണെന്ന് തോന്നുന്നു, അപ്പം തന്നെ വഴക്കൊക്കെ മാറി രണ്ടുപേരും തമ്മിൽ ഭയങ്കര കമ്പനിയായിട്ട് പിന്നെയും കളി തുടങ്ങും. അപ്പോൾ പാറുവിന് ചെറിയൊരു കോൾഡൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട്, കോൾഡല്ല, ചുമയുണ്ടായിരുന്നു അവൾക്ക്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ക്യാപ്പൊക്കെ വെച്ചിട്ടാണ് ഇറക്കിയത്. ഇനി അത് കൂടെ ഉണ്ടല്ലോ എന്ന് വിചാരിച്ച്. അപ്പോൾ ആളത് വലിച്ചു മാറ്റുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ എന്താണെന്നറിയില്ല, പാറു അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്തു. ഞാൻ പറഞ്ഞു ചുമ മാറില്ല പാറു അല്ലെങ്കിൽ എന്ന് പറഞ്ഞപ്പോൾ ആൾക്ക് ചുമയ്ക്കണത് അറിയാം ആൾക്ക്. അപ്പം അതുകൊണ്ട് അങ്ങനെ സമ്മതിച്ചിട്ടുണ്ട്. അങ്ങനെ കളി തുടങ്ങിയിട്ടോ. അപ്പം എൻ്റെ സിസ്റ്ററിൻ്റെ ഹസ്ബൻഡാണ് വിശാഖ. അപ്പോൾ വിശാഖ കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ എങ്ങനെയാണ് ഈ ടോയ് യൂസ് ചെയ്ത് കളിക്കേണ്ടതെന്നുള്ളത്, എന്തൊക്കെയാണ് എന്തിനൊക്കെയാണ് ഉപയോഗിക്കേണ്ടതെന്നുള്ളത് കാണിച്ചു കൊടുക്കുകയാണ് രണ്ടുപേർക്ക്.
മണ്ണൊക്കെ കുഴിച്ച് നമ്മൾ ഞാനൊക്കെ ഇതിങ്ങനെയൊന്നും കളിച്ചിട്ടില്ല കേട്ടോ. ഞാൻ മണ്ണപ്പം ചുട്ടൊക്കെ കളിച്ചിട്ടുണ്ട് മറ്റേ ചിരട്ടയിൽ നമ്മളിങ്ങനെ ഇതുപോലെ മണ്ണൊക്കെ കുഴിച്ചിട്ട് മണ്ണപ്പം ചുട്ടിട്ട് കറി പോലെ എന്തെങ്കിലും ഇലയൊക്കെ നുറുക്കി കുഞ്ഞു കുഞ്ഞായിട്ട് പല കളറിലെ ഇലയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ചോറും കറികളും പോലെയൊക്കെ വെച്ചൊക്കെ ഞങ്ങൾ ചെറുതിലെ കളിക്കാറുണ്ട്. ഇത് കണ്ടോ, രണ്ടും കൂടെ വഴക്കായി ഒരു സാധനത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെയൊക്കെ കുറേ കളിച്ചിട്ടുണ്ട് കേട്ടോ. അതല്ലാതെ ഈ സംഭവങ്ങളൊന്നും വെച്ചിട്ട് വലിയ കളിയൊന്നും ഉണ്ടായിട്ടില്ല. ഇത് ക്രാബാന്ന് തോന്നുന്നു. അങ്ങനെ കുറേ ഈ ബീച്ചിൽ അങ്ങനെ കിട്ടുന്നതിൻ്റെ കുറേ സാധനങ്ങളുടെ ഷേപ്പാട്ടോ അത്. ക്രാബിൻ്റെ ഉണ്ടായിരുന്നു, പിന്നെ ടോട്ടോയ്സ് ഉണ്ടായിരുന്നു, പിന്നെ എന്തുവാണ്, പിന്നെ വേറെ ഒന്നുകൂടെ ഉണ്ടായിരുന്നു, ഞാൻ ഓർക്കണില്ല. അങ്ങനെ എല്ലാം എടുത്ത് ഇവർ കളിക്കുകയാണ്. നല്ല രസമായിരുന്നു കേട്ടോ. വന്നിട്ട് ബീച്ചിൽ പോയത് നന്നായിന്ന്, ബീച്ചിൽ പോണോ എന്നുള്ളൊരു സംശയത്തിലായിരുന്നു. പക്ഷേ ബീച്ചിൽ പോയത് നന്നായിന്ന് വന്നു കഴിഞ്ഞപ്പോൾ തോന്നി. നല്ല രസമായിരുന്നു. എല്ലാവരും കൂടെ കുറേ നേരം ഇരിക്കാൻ പറ്റി. ഞങ്ങൾ നേരത്തെ വന്നതുകൊണ്ട് ഒരു 4 എപ്പോഴേക്ക് എത്തിയതുകൊണ്ട് നമുക്ക് കുറേ സമയം നമ്മൾ ആ ഇരുട്ടൊന്നും വരുന്നതിന് മുമ്പ് കുറേ സമയം അങ്ങനെ ഇരുന്ന് കുറേ സംസാരിച്ചു. പിന്നെ ഇവരങ്ങോട്ടും ഇങ്ങോട്ടും ഓടി, ഞാൻ കുറച്ച് നേരം കാലൊക്കെ നനച്ചു പോയിട്ട് അങ്ങനെ കുറേ സമയം അങ്ങനെ പോയിട്ടോ. പക്ഷേ സമയം ഇത്രയും സമയം പോയത് അറിഞ്ഞില്ല കേട്ടോ. വേഗം സമയം പോയ പോലെ അന്നേരം തോന്നി. പക്ഷെ ഞാൻ ഇപ്പോഴാണ് ആലോചിക്കുമ്പോൾ അത്രയും സമയം നമ്മളവിടെ ഉണ്ടായിരുന്നല്ലേ എന്ന്. ഷൈച്ചേട്ടൻ 6 മണി കഴിഞ്ഞപ്പോഴാണ് ഇറങ്ങിയത്. ഞാൻ വിളിച്ചപ്പോഴേക്കും ആൾ ഇറങ്ങി. ഇവിടുന്ന് ഒരു 10 മിനിറ്റേ ഉണ്ടായിരുന്നുള്ളൂ ഓഫീസിൽ നിന്ന് ഇങ്ങോട്ട്. അപ്പോൾ പിന്നെ വേഗം എത്തിയ ആൾ 6:30-ക്കുള്ളിൽ ഇവിടെ എത്തിയായിരുന്നു. അപ്പോൾ അതുവരെ ഞങ്ങളിങ്ങനെ ഇവിടെ നടന്ന് കളിയായിരുന്നു. പിള്ളേരുടെ കൂടെ ഇങ്ങനെ നമ്മൾ പോകുമ്പം വേറൊരു വൈബാണ് കേട്ടോ. ഇങ്ങനെ കളിയും പിന്നെ പാറുവിനാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ പോണ കാണുമ്പോൾ അങ്ങോട്ടൊക്കെ നോട്ടം പോകും. പക്ഷേ നല്ല നല്ല സാധനങ്ങളൊക്കെ ഇപ്പം പിള്ളേർക്ക് ഇങ്ങനെ കണ്ണിൽ പിടിക്കുന്ന സാധനങ്ങളൊക്കെ ആയിട്ടായിരിക്കുള്ളൂ പോകുന്നത്. ഇങ്ങനെ തിളങ്ങുന്ന എന്തെങ്കിലും സാധനം ലൈറ്റുള്ളതൊക്കെ. അപ്പോൾ അതൊക്കെ കാണുമ്പോഴേക്കും ഇവർക്ക് ഭയങ്കര ഇതാണ് വാങ്ങിക്കാനായിട്ടൊക്കെ. പിന്നെ നമ്മൾ ഇരിക്കുന്നിടത്ത് തന്നെ അവർ വെള്ളമൊക്കെ ഇങ്ങനെ ഈ ബോട്ടിൽഡ് വാട്ടർ ഉണ്ടല്ലോ, അതൊക്കെ ഇങ്ങനെ കൊണ്ടുവരുന്ന വിൽക്കൂട്ടോ. അപ്പോൾ നമ്മൾ അല്ലെങ്കിൽ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അപ്പുറത്തെ കട വരെ പോകണ്ടേ. അപ്പോൾ അങ്ങനെയൊക്കെ ആൾക്കാർ വാങ്ങിക്കുന്നതുകൊണ്ടായിരിക്കും. അങ്ങനെ ഒരുപാട് പേര് ഈ ചെന്നൈയിലൊരു പ്രത്യേകത, ബീച്ചിൽ പോകാൻ ഇവിടെയുള്ളവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എല്ലാവരും ഫാമിലി ആയിട്ട് വരും. ഇതുപോലെ ബീച്ച് ടോയ്സ് ഒക്കെ വാങ്ങിച്ച് പിള്ളേർ ഇരുന്ന് ഇങ്ങനെ കളിക്കും. ഒരു ഷീറ്റൊക്കെ കൊണ്ടുവരും അവർ, എന്നിട്ട് അത് വിരിച്ചിട്ട് അവിടെ ഇരിക്കും. പിന്നെ എന്തെങ്കിലും ഫുഡ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ലൈറ്റായിട്ട് എന്തെങ്കിലും സ്നാക്സ് ഒക്കെ അവരെല്ലാവരും കൂടെ ഫാമിലി ആയിട്ട് ഇരുന്ന് കഴിക്കും. അതൊക്കെ നല്ല രസമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒന്നും ആരും അധികം ചെയ്ത് കണ്ടിട്ടില്ല. പക്ഷെ ഇവിടെ അത് കോമൺ ആണ് കേട്ടോ. പിന്നെ എല്ലാവരും ഒന്ന് ഇറങ്ങും വെള്ളത്തിൽ, പിള്ളേരൊക്കെ. അത്ര ഒരു പേടിയുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. നമ്മുടെ നാട്ടിൽ കുറച്ചും കൂടെ എല്ലാവർക്കും പേടിയുള്ള പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് ഉള്ളിലേക്കൊക്കെ പോകാൻ. ഇവിടെ എല്ലാവരും ഒന്ന് നനഞ്ഞ് കുളിച്ചിട്ട് അങ്ങോട്ട് പോവുക. പിന്നെ കുറേ നേരം ഞങ്ങൾ അങ്ങനെ ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞ് കടലിലെ കാറ്റൊക്കെ അടിച്ച് ഇങ്ങനെ സുഖിച്ചിരിക്കുമ്പോഴാണ് ദയ്യൊക്കെ വന്നത് കേട്ടോ. വന്നപ്പോൾ തന്നെ വേണ്ടെന്ന് പറഞ്ഞിട്ട് ആൾ പോണേ ഇല്ല. ഞാൻ നോക്കി പറയട്ടെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുവാണ്.
അപ്പം എന്തായാലും പറയട്ടെ എന്ന് വിചാരിച്ചിട്ട് വിശാഖ് പറഞ്ഞു, മോളുടെ ഹസ്ബൻഡ് പറഞ്ഞു, അക്ക പറഞ്ഞോളാൻ പറഞ്ഞു. അങ്ങനെ അവർ എന്നെയാണ് വിളിച്ചത്. എൻ്റെ നോക്കിയിട്ട് എന്തോ പറയണമെന്ന് പറഞ്ഞിട്ട് എൻ്റെ കൈ കാണിക്കാൻ പറഞ്ഞു. അങ്ങനെ ആൾ നോക്കി പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. ഞങ്ങൾ ഇത്രയും വർഷങ്ങൾ ഇവിടെ വന്നിട്ടുണ്ടെങ്കിലും ഇങ്ങനെ നോക്കിക്കാറില്ല കേട്ടോ. ആൾക്കാർ ആരെങ്കിലും നമ്മുടെ അടുത്ത് ഇങ്ങനെ വരുമ്പോൾ തന്നെ വേണ്ടെന്ന് പറഞ്ഞാൽ അവരങ്ങ് പൊക്കോളും. ഈ ഒക്കെ പോയില്ല കേട്ടോ ഒന്ന്. ഞാൻ എപ്പോഴും വരുമ്പോൾ തന്നെ വേണ്ടെന്ന് പറഞ്ഞു. കാരണം ഇവരതൊരു ബിസിനസ് മൈൻഡിൽ ചെയ്യുന്നതുകൊണ്ട് തന്നെ അത്രയും ആക്യുറേറ്റ് ആയിട്ടൊന്നും പറയൂല എന്ന് എനിക്കറിയാം. അപ്പോൾ ഞാനത് വേണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ വിടാറാണ് പതിവ്. എന്തായാലും ഈ ഒക്കെ ഇന്ന് പോയേ ഇല്ല. പിന്നെ അവർക്ക് എന്തെങ്കിലും കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട് ഓക്കെ പറഞ്ഞു. അങ്ങനെ ചുമ്മാ കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞങ്ങളതൊക്കെ കേട്ടിട്ട് നല്ല ചിരിയായിരുന്നു. കുറേ ചിരിക്കാനായിട്ടുള്ള അവർ പറയുന്നത് സീരിയസ് ആയിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് കേൾക്കുമ്പോൾ ചിലപ്പോൾ ചിലതൊക്കെ കേൾക്കുമ്പോൾ നന്നായിട്ട് ചിരി വരുമായിരുന്നു. അങ്ങനെ കുറേ ചിരിച്ചു. പിന്നെ ഞാൻ ഞെട്ടിപ്പോയിട്ടോ. ഓരോ കാര്യങ്ങളൊക്കെ അവരും ഇങ്ങനെ പറയുന്നത് കേട്ടിട്ട് രസമായിരുന്നു എന്തായാലും. അപ്പോൾ മിക്കവരും ഇങ്ങനെ നോക്കിക്കുന്നുണ്ട് കേട്ടോ. നമുക്കിങ്ങനെ ഒരു ഫ്യൂച്ചർ എന്താവും എന്നറിയാനായിട്ട് എല്ലാവർക്കും ഒരു ക്യൂരിയോസിറ്റി ആണല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് എല്ലാവരും നോക്കിക്കുന്നത്. അല്ലാതെ ആക്യുറേറ്റ് ആയിട്ട് പറയുമെന്ന് വിചാരിച്ചിട്ടൊന്നുമല്ല. പിന്നെ അവർ നമ്മളെ സന്തോഷിപ്പിക്കാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുമല്ലോ. അതൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു സന്തോഷം, നമുക്ക് ഭാവിയിലേക്കൊരു പ്രതീക്ഷ, ഒരു ഹോപ്പ്, അതിനാണല്ലോ എല്ലാവരും ഇങ്ങനെ പിടിച്ചു പോണേ. അപ്പോൾ അത്രയേ ഉള്ളൂ എന്നാണ് എനിക്കും തോന്നിയിട്ടുള്ളത്. ഞാനിതൊക്കെ കേട്ടിട്ട് ഭയങ്കര ചിരിയായിരുന്നു. എന്നേക്കാളും വലിയ ചിരിയായിരുന്നു മോളും വിശാഖും. ഷൈച്ചേട്ടൻ അവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ. ഷൈച്ചേട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ ഒന്നുകൂടെ രസമായിരുന്നാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഷൈച്ചേട്ടൻ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഇരുട്ടി നന്നായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഷൈച്ചേട്ടൻ വന്നതിന് ശേഷമുള്ള വീഡിയോസൊന്നും ഞാനങ്ങനെ എടുത്തില്ല കേട്ടോ. നന്നായിട്ട് ഇരുട്ടി. 6 മണിക്ക് ശേഷമാണ് ആൾ വന്നത്. അപ്പോൾ അങ്ങനെ ഞങ്ങളിതാ തിരിച്ച് വീട്ടിലേക്ക് പോവാണ് കേട്ടോ. ഇപ്പം കണ്ടത് അമ്മൂടെ ഉണ്ടാക്കിയ ശില്പങ്ങളായിരുന്നു കേട്ടോ. ഞാൻ പറയാൻ വിട്ടുപോയി. പിന്നെ ഒരു ഗ്ലാസ് ചായ കുടിച്ചു ഞങ്ങളവിടുന്ന്. ചായ നല്ല ചായയായിരുന്നു കേട്ടോ. അങ്ങനെ ഇവിടെ ചില സ്ഥലത്ത് കിട്ടുന്ന ചായ ഉണ്ടല്ലോ, അടിപൊളി ചായ ആയിരിക്കുള്ളൂ. നമ്മൾ വീട്ടിലുണ്ടാക്കിയാലൊന്നും അതാവില്ല. അപ്പോൾ അതുപോലെ ഒരു ചായയൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. ഇന്നിപ്പോൾ അവർ വന്നിട്ട് 2 ദിവസമായിട്ടോ. 2 ദിവസവും ഇങ്ങനെ കറങ്ങി നടപ്പായിരുന്നു. ഇന്നിപ്പോൾ രാത്രി 11:45 അവർക്ക് ട്രെയിൻ ഉള്ളത്. അപ്പോൾ അവർ വീട്ടിൽ വന്നിട്ട് ഡിന്നറും കഴിച്ചിട്ട് പോകും കേട്ടോ. അപ്പോൾ പിന്നെ അത്രയും ലേറ്റ് ആയതുകൊണ്ട് ഞങ്ങളോട് കൊണ്ടുപോയി ആക്കണ്ട, അവർ ഊബറിന് പൊക്കോളാമെന്ന് പറഞ്ഞിരിക്കണേ. അപ്പോൾ പിന്നെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞ് അവർ അപ്പം തന്നെ ഫുഡും കഴിച്ച് സ്ഥലം വിടും. അതിൻ്റെ ഒരു സങ്കടമുണ്ട്. അതുകൊണ്ടാണ് തിരക്ക് പിടിച്ച് വീട്ടിലേക്ക് പോകുന്നത്. അങ്ങനെ അവരും വന്ന് അങ്ങനെ പോയി കഴിയുമ്പോഴേക്കും ഞങ്ങളെക്കാളൊക്കെ ഭയങ്കര സങ്കടം പാറുവിനായിരിക്കും കേട്ടോ. പാറുവിന് ആരെങ്കിലും ഇവിടെ വന്ന് പോയി കഴിഞ്ഞാൽ വല്ലാത്തൊരു വിഷമാണ്. കുഞ്ഞു മനസ്സല്ലേ. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. പുതിയ വ്ളോഗായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്. ബൈ.